ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലോഷൻ ചലഞ്ച് സംഘടിപ്പിച്ചു. ഓച്ചിറ ചങ്ങംകുളങ്ങര തെക്ക് യൂണിറ്റാണ് ചലഞ്ച് നടത്തിയത്. വൃദ്ധസദനത്തിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും വിദ്യാർത്ഥികൾക്കായി പഠനോത്സവം സംഘടിപ്പിക്കുന്നതിനുമായാണ് ലോഷൻ ചലഞ്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ ചങ്ങംകുളങ്ങര തെക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോഷൻ ചലഞ്ച് സംഘടിപ്പിച്ചത്. യൂണിറ്റ് അംഗങ്ങൾ നിർമ്മിക്കുന്ന ഓറ ഗ്ലോ പ്രീമിയം എന്ന ലോഷനാണ് വീടുകളിൽ എത്തിച്ചു നൽകുന്നത്. വൃദ്ധസദനത്തിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങി നൽകുന്നതിനും വിദ്യാർത്ഥികൾക്കായി പഠനോത്സവം സംഘടിപ്പിക്കുന്നതിനുമായുള്ള ധനസമാഹരണാർത്ഥമാണ് ചലഞ്ച്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിരവധികളായ ഇത്തരം ചലഞ്ചുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നടന്നിട്ടുണ്ടെന്നും വയനാട് ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനം അതിനൊരു മാതൃകയാണെന്നും അഖിൽ സോമൻ പറഞ്ഞു. ഇത്തരത്തിലൊരു ലോഷൻ ചലഞ്ച് ഇവിടെ എടുത്തതിനെ പറ്റി ആമുഖമായി തന്നെ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു. ഇവിടുത്തെ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി നൽകുന്നതിനും അതിനോടൊപ്പം തന്നെ നിർദ്ധരായ കുട്ടികൾക്ക് പഠനോത്സവം എന്ന പേരിൽ എല്ലാ കാലഘട്ടത്തിലും ഡിവൈഎഫ്ഐ നടത്തി വരുന്ന കേരളത്തിനകത്ത് നടത്തി വരുന്ന അത്തരത്തിൽ പരിപാടിയിലെ ചെലവിലേക്കായുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ലോഷൻ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ലോഷൻ ചലഞ്ച് ഏറ്റെടുക്കുന്ന കാലഘട്ടം നമുക്കറിയാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു മാസക്കാലത്തോളം നമ്മൾ നിരന്തരമായ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് നാം അത് ഇന്ന് വിതരണ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത്. നിരവധി ചലഞ്ചുകൾ ഇത്തരത്തിൽ വരുന്ന സമൂഹത്തിൽ വരുന്ന വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി ചലഞ്ചുകൾ ഏറ്റെടുത്തിട്ടുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. നമുക്ക് കഴിഞ്ഞ കാലഘട്ട പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവസാനം വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരവധിയായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം സംഭരിക്കുന്നതിന് വേണ്ടി ഏകദേശം 10-25 കോടി രൂപയോളം നമ്മൾ ഇത്തരത്തിൽ വിവിധ ചലഞ്ചുകൾ, ബിരിയാണി ചലഞ്ച്, അതേപോലെ നിരവധിയായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ പണം കണ്ടെത്തിയത്. 500ഓളം ലിറ്റർ ലോഷനാണ് യൂണിറ്റ് അംഗങ്ങൾ ചലഞ്ചിലൂടെ വീടുകളിൽ എത്തിച്ചു നൽകുക. യൂണിറ്റ് പ്രസിഡന്റ് PU ശ്രീബുദ്ധൻ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ കൃത്യമായി അതിൽ നിന്ന് ഒരുക്കാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ കോർഡിനേഷനോടുകൂടി നമ്മൾ കൃത്യമായ ഒരു സമയപരിമിതി തുടങ്ങി ഈ ശനിയാഴ്ച തീരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എങ്കിലും നമ്മൾ 300 ലിറ്ററോളം ആളുകളെ കലക്കാം എന്ന് തീരുമാനിച്ചിരുന്നത്. യൂണിറ്റ് സെക്രട്ടറി CJ സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു. CPIM ലോക്കൽ സെക്രട്ടറി സുരേഷ് നാറാണത്ത്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഇന്ദുലാൽ, മേഖലാ പ്രസിഡന്റ് ഷാബിർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജയകുമാർ, CPIM ബ്രാഞ്ച് സെക്രട്ടറി രവികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.